വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കുറേ ദിവസമായി ലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഇന്നും 80% തവിടുള്ള നല്ല കുത്തരിച്ചോറ്. ഞാൻ ആദ്യം തന്നെ കുറച്ച് ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇന്ന് കുറേ സ്പെഷ്യൽ, സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട്. നല്ല അയില ഫ്രൈ ചെയ്തതുണ്ട്. ഇത് പാറക്കുട്ടൻ ഉണക്കമീൻ ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ചോറിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരു വായിക്ക് കഴിക്കാം. മിക്കവാറും അവൾ വന്ന് എന്നെ ഓടിക്കും ഇത് കഴിച്ചെന്ന് പറഞ്ഞേന്. ശരിയാണ്. നമുക്കൊരു ഉണക്കമീൻ, ഇത് പല്ലിമീനാണ്. പല്ലിമീൻ ഇത് എവിടെ നിന്ന് മേടിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോറ്റാനിക്ക് ഒരു ചേച്ചിയുണ്ട്, നമ്മുടെ ലൗലാൻ്റെ ബാറിൻ്റെ ഓപ്പോസിറ്റ് ചേച്ചി. അവിടെ തന്നെ ഉണക്കിയെടുക്കണം, നല്ല മീൻ കിട്ടും കേട്ടോ. ഇനി അടുത്തത് രതീഷ് ഏട്ടൻ നല്ല നാടൻ ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ അലങ്കാരപ്പണിയൊന്നും ഇല്ലാത്ത നല്ല നാടൻ ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നമ്മുടെ ഇവിടെ അടുത്ത് അച്ഛൻ്റെ ഒരു ഏട്ടനുണ്ട്, ബാലൻ ചേട്ടൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയാൽ കിട്ടില്ല. ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ഇവിടെ ഉണ്ടായ ഇടിഞ്ചക്ക. അപ്പം അമ്മ അത് പൊട്ടിച്ചിട്ട് അമ്മ എല്ലാ വീട്ടിലേക്കും കൊടുത്തു. ഞാൻ വിചാരിച്ചു ഇടിഞ്ചക്ക വാരാക്കാനാണ്. എന്നിട്ട് ഇടിഞ്ചക്ക തോരനും ഉണ്ടാക്കി തന്നു. ഞാൻ കുറച്ച് ഇടിഞ്ചക്ക തോരൻ എടുത്തിട്ടുണ്ട്. അല്ല, കുറച്ച് കൂടുതൽ. എനിക്ക് ഇടിഞ്ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമേ അല്ല, എനിക്ക് നന്നാക്കാൻ അത്ര കൂടെ ഇഷ്ടമല്ല, പക്ഷെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദെൻ ഇടിഞ്ചക്ക കൊണ്ട് തന്നെ അമ്മ സാമ്പാർ ഉണ്ടാക്കി കേട്ടോ. ഇടിഞ്ചക്കപ്പുളി, ഇടിഞ്ചക്ക സാമ്പാർ, അതിവിടെ ഒഴിക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം, എന്നെ അറിയുന്നവർക്കറിയാം, കട്ടത്തൈരില്ലാതെ എനിക്ക് ഊണ് കഴിക്കാൻ വയ്യ. അപ്പം നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കുറച്ച് കട്ടത്തൈര്. പിന്നെ ഇത് അമ്മ പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു നെല്ലിക്കാച്ചാറാണ്. തൽക്കാലം ഞാൻ എടുക്കുന്നില്ല, ഓൾറെഡി നല്ല എരിവുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ പ്ലേറ്റ് നോക്കൂ. സൺഡേ ലഞ്ച് റെഡി. കിടൽ ലഞ്ചായിരിക്കും. എനിക്ക് ഊണ് കഴിക്കാൻ കൊതിയാവും. ഞാൻ വേഗം ഒന്ന് ടൈം. അപ്പം ആദ്യം നമുക്ക് ഇടിഞ്ചക്ക തോരനും തൈരും കൂടെ അങ്ങോട്ട് കൂട്ടി ഇങ്ങനെ ഒരു ഉരുള എടുത്തിട്ട് പറയുമ്പോൾ എൻ്റെ വായിൽ വന്നു വെള്ളം. നല്ലൊരു അയില ഫ്രൈഡ് ഒരു പീസും കൂടെ വെച്ചിട്ട് ഉരുട്ടി സൂപ്പർ. ഒന്നും പറയാനില്ല, കിട്ടുന്ന കോമ്പിനേഷൻ. നമുക്ക് കുറച്ച് ഇടിഞ്ചക്ക കൂട്ടാനും വീണ്ടും കുറച്ച് ഇടിഞ്ചക്ക തോരനും വെച്ചിട്ട് എല്ലാത്തിനും ഒരു ലേശം ഉപ്പ് കുറവുണ്ട്. അച്ഛന് ഇത്തിരി പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാത്തിനും ഉപ്പ് കുറച്ചതാണ്. ഇനി നമ്മുടെ നാടൻ ചിക്കൻ കറി, അതിൻ്റെ ഗ്രേവി ഒരു പീസ് ചിക്കനോടെ വെച്ചിട്ട് ഒരു പീസ് പല്ലിമീൻ കഴിക്കുമ്പോൾ ആ ഉപ്പങ്ങോട് ബാലൻസ് ആവും. ആഹാ. അപ്പം ഞാൻ കഴിച്ചു തീർക്കട്ടെ. ഇത് കഴിഞ്ഞാൽ ഇന്നൊരു ഫലൂഡ ഉണ്ടാക്കാനുള്ള പരീക്ഷണമുണ്ട്. വിജയ്ക്ക് വേണം അതിൻ്റെ ഫോട്ടോ സ്റ്റോറി പോസ്റ്റ് ചെയ്തേക്കാം. ബൈ.